തന്റെ സൗന്ദര്യത്തെ കാണിച്ചുകൊണ്ട് വശീകരിക്കാൻ നടക്കുന്ന ഒരു വേശ്യയായ പെണ്ണുണ്ടായിരുന്നു ആ നാട്ടിൽ. അവൾ ഇവരോട് പറഞ്ഞു, ഇൻ ശിഅ്തും ലഅഫ്തിനന്നഹു, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവന്റെ ഇബാദത്തൊക്കെ നശിപ്പിച്ചുകൊണ്ട് അവനെ ഫിത്നയിലകപ്പെടുത്താൻ ഞാൻ വിചാരിച്ചാൽ നടക്കുമെന്ന് ഈ പെണ്ണ് പറഞ്ഞു. അങ്ങനെ ഈ പെണ്ണ് അതിനുവേണ്ടി ശട്ടം കെട്ടി മഹാനായ ജുറൈജ് റളിയല്ലാഹു അൻഹു ഇബാദത്തെടുക്കുന്ന മണ്ഡപത്തിലേക്ക് കയറി വരുന്നു. അവൾ എല്ലാ നിലക്കും ഒരുങ്ങി നല്ല വസ്ത്രമെടുത്ത് ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ ഫിത്നയിലകപ്പെടുത്താൻ വേണ്ടി വരികയാണ്. അങ്ങനെ ഫലം യൽതഫിത്ത് ഇലൈഹ, അദ്ദേഹം അവളെ പരിഗണിച്ചതുപോലുമില്ല, തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ ഈ പെണ്ണ് ഒരു തന്ത്രം പ്രയോഗിച്ചു. അവൾ അവിടെ ഈ മഠത്തിലേക്ക് ഇടയ്ക്കിടെ കയറി വരാറുള്ള ഒരു ഇടയനുണ്ടായിരുന്നു. ആ ഇടയച്ചെറുക്കനെ സമീപിച്ചുകൊണ്ട് അവളും അവനുമായി ശയനം നടത്തുകയും അങ്ങനെ അവൾ ഗർഭിണിയാവുകയും ചെയ്തു. ഫലമ്മ വലദത്ത്, അങ്ങനെ അവൾ പ്രസവിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇത് കുഞ്ഞു ജുറൈജിന്റെ സന്താനമാണ് എന്ന് പറഞ്ഞു ജുറൈജിനെ നാടൊട്ടാകെ വിഷമിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രചരണത്തിലെ പെണ്ണ് ഏർപ്പെട്ടു. ഫഅതൗഹു ഫസ്തൻസലൂഹു, ആളുകളെല്ലാം കൂടി ഈ വിവരം അറിഞ്ഞപ്പോൾ ഈ ജുറൈജിന്റെ സമീപത്തേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ മഠത്തിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തേക്കിറക്കുന്നു. വഹദമു സൗമഅതഹു, അദ്ദേഹത്തിന്റെ ഈ മഠത്തെ അവരെന്തു ചെയ്യുന്നു? പൊളിച്ചു കളഞ്ഞു. വജഅലൂ യദ്രിബൂനഹു, ഇവരിദ്ദേഹത്തെ കുതിരെ തല്ലാനും തുടങ്ങി. അപ്പൊ ഇദ്ദേഹം ചോദിക്കുകയാണ്, മാ ശഅനുക്കും, എന്താണ് നിങ്ങളുടെ വിഷയമെന്താണ്? എന്തിനാണ് നിങ്ങൾ ഈ പണിയൊക്കെ ചെയ്യുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ ഉപദ്രവിക്കുന്നത്? ഞാൻ ഉണ്ടാക്കിയ ഈ മൺകുടിൽ നിങ്ങൾ എന്തിനാണ് പൊളിച്ചു കളയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. കാരണം അദ്ദേഹം നിരപരാധിയാണ്. ഈ പെണ്ണൊപ്പിച്ച വേലയാണത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ അവസരത്തിൽ അദ്ദേഹം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അവര് പറഞ്ഞു, സനൈത ബിഹാദിഹിൽ ബഗയ്യി ഫവലദത മിൻക, നീ പെണ്ണുമായിട്ട് അവിഹിത ബന്ധത്തിലേർപ്പെട്ടിട്ട് നിനക്ക് സന്താനമുണ്ടായിട്ടുണ്ട് അവളിൽ നിന്ന്. ഇദ്ദേഹം അത്ഭുതത്തോടുകൂടി ചോദിക്കുന്നു, ഐനസ്വബിയു, എവിടെയാണ് ആ കുട്ടി? ഫജാഊബിഹി, ഈ ജാരസന്താനത്തെയും കൊണ്ട് ഇവരെ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ സമീപിക്കുകയാണ്. ഫജാഊബിഹി, അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ ഈ കുഞ്ഞിനെയുമായി അവരെ കൊണ്ടുവന്നപ്പോ ഫഖാല, അദ്ദേഹം അവരോട് ആവശ്യപ്പെടുന്നു, ദഊനി ഹത്താ ഉസല്ലിയ, എനിക്ക് നിങ്ങളൊരു സാവകാശം തരണം. ഞാനൊന്ന് 2 റക്അത്ത് നിസ്കരിച്ചോട്ടെ, ഞാനൊന്ന് നിസ്കരിക്കട്ടെ, എന്റെ റബ്ബുമായൊരു അഭിമുഖ സംഭാഷണം നടത്തട്ടെ, അതിനുള്ള ഒരവസരം നിങ്ങൾ എനിക്ക് തരണം. ഫസല്ലാ, അദ്ദേഹം നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോ അത്തസ്സബിയ, ഈ കുഞ്ഞിനെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ഫതഅന ഫീ ബത്നിഹി, ആ കുഞ്ഞിന്റെ വയറ്റിലൊന്നിങ്ങനെ ചെറുതായ നിലക്ക് കുത്തിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു ഈ കുഞ്ഞിനോട്, യാ ഗുലാം മൻ അബൂക്, മോനെ, ഏ കുട്ടി, നിന്റെ ഉപ്പയാരാണ്? മോനെ, നിന്റെ ഉപ്പയാരാണ്? ആരാണ് നിന്റെ പിതാവ്? പാലായി അത്ഭുതകരമായി ഈ തൊട്ടിലിൽ കിടക്കാൻ പ്രായമുള്ള കൈക്കുഞ്ഞ് സംസാരിക്കുകയാണ്. ഫുലാനുർ റാഈ, അതായി കാണുന്ന ഇടയനാണ്, ഇന്ന മനുഷ്യനാണ്. കുട്ടി സംസാരിച്ച 3 ചരിത്രമാണ് റസൂലുള്ള പറയുന്നത്. തൊട്ടിലിൽ കിടക്കുന്ന കൈക്കുഞ്ഞായിരിക്കെ റസൂലുള്ളാഹിയുടെ ഹദീസിൽ കാണാം, ലം യതകല്ലം ഫിൽ മഹ്ദി ഇല്ലാ സലാസ, തൊട്ടിലിൽ കിടക്കുന്ന ശിശുപ്രായത്തിൽ 3 ആളുകൾ ഒഴികെ സംസാരിച്ചിട്ടില്ല. അതിലൊന്ന് ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാമാണ് സംസാരിച്ചത്. നമുക്ക് വിശദീകരണം ആവശ്യമില്ലാത്ത നിലക്ക് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചത് ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനി നബിയാ എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ ഈസ
ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം തൊട്ടിലിൽ കിടക്കുന്ന കൈക്കുഞ്ഞായിരിക്കുന്ന അവസരത്തിൽ സംസാരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ സംഭവമാണ് ഇത്. ജുറൈജുമായി ബന്ധപ്പെട്ടുകൊണ്ട് വസാഹിബു ജുറൈജ് എന്ന റസൂലുള്ള പറയുന്നത്, ഈ ജുറൈജ് എന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഇബാദത്തെടുത്തിരുന്ന അവസരത്തിൽ അദ്ദേഹത്തെ പഴപ്പിക്കാൻ വന്ന പെണ്ണ് അദ്ദേഹത്തിന്റെ പേരിൽ ആരോപണം ചാർത്താൻ വേണ്ടി ഒപ്പിച്ചുണ്ടാക്കിയ ഈ വേല അദ്ദേഹത്തിന്റെ നിരപരാധിത്വം അല്ലാഹു തആല തെളിയിക്കുകയാണ്. അങ്ങനെ ആളുകളൊക്കെ പറഞ്ഞു, ഇദ്ദേഹം നിരപരാധിയാണെന്ന് മനസ്സിലായപ്പോ ഞങ്ങൾ അദ്ദേഹത്തെ ചുംബിക്കാനും തൊട്ട് തലോടാനും ഒക്കെ തുടങ്ങി. എന്നിട്ടവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ പൊളിച്ചു കളഞ്ഞ ഈ മൺകുടി നിന്ന് ബദലായി ഞങ്ങൾ സ്വർണം കൊണ്ട് നിങ്ങൾക്കൊരു കുടിൽ നിർമ്മിച്ചു തരാം. അദ്ദേഹം പറഞ്ഞു, വേണ്ട, നിങ്ങൾ എനിക്ക് ആ പഴയ മൺകുടിയിൽ തന്നെ തിരിച്ചു തന്നാൽ മതി. അങ്ങനെ അവരങ്ങനെ തന്നെ ചെയ്തു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഇവിടെ സുഹൃത്തുക്കളെ, ഒരു കേവലം ഒരു കഥ പറയലല്ല എന്റെ ഉദ്ദേശം. ഞാൻ ഈ സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇതിൽ അത്ഭുതകരങ്ങളായ ഒരു സംഭവം സംഭവിച്ചു. അതാ കുഞ്ഞ് സംസാരിച്ചതാണ്. അതും ഇവിടുത്തെ വിഷയവുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരുന്ന ഈ വിശാലമായ കഥയിൽ, ഈ ചരിത്രത്തിൽ മഹാനായ ഒരു പണ്ഡിതൻ, അതല്ലെങ്കിൽ ഒരു ആരാധന നടത്തിയിരുന്ന ഒരു ആബിദായ ഒരു മനുഷ്യൻ, പ്രിയപ്പെട്ട ഉമ്മയുടെ വിളിക്ക് ഉത്തരം കേൾക്കാതെ അദ്ദേഹം നമസ്കാരത്തിലായതിന്റെ പേരിൽ പോലും ഉമ്മ വന്ന് വിളിച്ചപ്പോൾ ഉമ്മാക്ക് മറുപടി കൊടുക്കാതെ നിസ്കാരത്തിൽ തുടർന്നപ്പോ അത് സംബന്ധമായി പണ്ഡിതന്മാര് മസ്അല പറഞ്ഞിട്ടുണ്ട്. ഉമ്മ വിളിക്കുന്ന അവസരത്തിൽ നിസ്കാരത്തിലാണെങ്കിൽ പോലും ഉത്തരം പറയണോ വേണ്ടേ? പണ്ഡിതന്മാരതിന് മസ്അല പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഫർള് നിസ്കാരത്തിലാണെങ്കിൽ അങ്ങനെ ഉത്തരം പറയേണ്ടതില്ല, നിസ്കാരത്തിൽ തന്നെ തുടരണം. സുന്നത്ത് നമസ്കാരത്തിലാണെങ്കിൽ ഉമ്മയുടെ വിളിക്ക് ഉത്തരം ചെയ്യണം. ഇനി ഉത്തരം ചെയ്യാൻ കഴിയാത്ത നിലക്ക് ഉമ്മയെ അത് ധരിപ്പിക്കാൻ മറ്റേതെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ ഒന്ന് തൊണ്ടയനക്കം മുഖേനയോ, അതല്ലെങ്കിൽ നാം അപ്പോൾ ഉമ്മയുടെ വിളി വന്ന അവസരത്തിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ അപ്പോൾ ഫാത്തിഹയാണ് ഓതിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത്തിരി ഉച്ചത്തിലൊന്ന് ഓതുക. റുക്കോയിലാണെങ്കിൽ ആ ദിക്റൊന്ന് ഉച്ചത്തിലാക്കുക, സുജൂദിലാണെങ്കിൽ ആ ദിക്റൊന്ന് ഉച്ചത്തിലാക്കുക. അപ്പോൾ മനസ്സിലാകും എന്റെ മോൻ നമസ്കാരത്തിലാണ്, അതുകൊണ്ടാണ് ഉത്തരം ചെയ്യാത്തതെന്ന്. അതൊന്നും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ, ആ വിളി കേട്ടിട്ട് അതിന് പ്രയാസമുണ്ടാകുന്നൊരവസരത്തിലാണെങ്കിൽ, സുന്നത്ത് നിസ്കാരം മുറിച്ചു കളഞ്ഞിട്ടാണെങ്കിലും ഉമ്മയ്ക്ക് ജവാബ് നൽകണം എന്ന് പണ്ഡിതന്മാര് വിശദീകരിക്കുന്നു. ഇവിടെ നിങ്ങൾ നോക്കൂ, ഈ ആബിദായ ആരാധന നടത്തിയിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ മഠത്തിൽ ആരാധന നടത്തിക്കൊണ്ടിരിക്കെ ഒന്നാം ദിവസം പ്രയാസപ്പെട്ട് ഉമ്മ വന്നുകൊണ്ട് ജുറൈജെ എന്ന് വിളിച്ചിട്ടുണ്ട്, ഉത്തരം നൽകിയിട്ടില്ല. രണ്ടാമത്തെ ദിവസവും വന്നിട്ടുണ്ട്, ഉത്തരം കിട്ടിയിട്ടില്ല. മൂന്നാമത്തെ ദിവസവും ജുറൈജെ എന്ന് വിളിച്ചപ്പോൾ മകൻ വിളി കേൾക്കാത്തതുകൊണ്ട് എന്താണ് സംഭവമെന്നൊന്നും അറിയാതെ മനസ്സ് അത്രയും വിഷമിച്ചുപോയി ആ ഉമ്മയുടെ മനസ്സ്. ആ ഉമ്മ അവിടെ വെച്ചുകൊണ്ട് നടത്തിയ ദുആ, ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ ഒരൊറ്റ പോയിന്റിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് ചില കാര്യങ്ങൾ എന്ന് സംസാരിക്കാനുള്ളത്.